ഞാനൊരു 3 പോയിന്റ് പറഞ്ഞ് വേഗം ഞാൻ എന്റെ മെസ്സേജ് അവസാനിപ്പിക്കാം. വേഗം ഒന്ന് വായിക്കാം. ഹീബ്രു എന്റെ മെസ്സേജിന്റെ ഹെഡിങ് ഇതാണ്: എബ്രായലേഖനം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഒന്ന് വായിക്കാമോ? എബ്രായലേഖനം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗം ഒന്നിച്ച് വായിച്ച് പ്രാർത്ഥിച്ച് 12:30 തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മോശ ദൈവഭവനത്തിൽ ഒക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശു തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എഴുതിയിരിക്കുന്നു. ഏത് ഭവനവും ചമയ്ക്കാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന കൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നതുപോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എന്റെ പ്രവർത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്ത്, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എന്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിന് 12-ാമത്തെ വാക്യം വരെ പരിശുദ്ധ പിതാവേ, ഇതിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണം. ദൈവം പ്രാർത്ഥനകൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ലേഖനത്തിലേക്ക് വരിക. എബ്രായലേഖനം 3-ാം അധ്യായം. എബ്രായലേഖനം എഴുതിയത് ആരാണ്? ഇതിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഗൂഗിൾ മീറ്റിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ എബ്രായലേഖനത്തെ കുറിച്ച് എബ്രായലേഖനത്തിൽ വ്യക്തമായി ലേഖകൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു ആത്മീക മനുഷ്യന് അവന്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അവന്റെ ലക്ഷ്യബോധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ ഒന്നാമത്തെ വാക്യം ഇട്ടാണ്ട് 3:1 യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കണം. രണ്ടുപേരോട് നിങ്ങൾ ഒന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം എന്ന് പറഞ്ഞ് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. അല്ലെങ്കിൽ ഒന്ന് ചൂണ്ടിക്കൊണ്ട് തന്നെ പറഞ്ഞു. വേണമെങ്കിൽ ഇതൊരു കൽപ്പനയായിട്ട് തന്നെ എടുത്തു. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. പഠിപ്പിക്കുമോ? ആരെ നോക്കണമെന്ന് പഠിപ്പിക്കും? യേശുവിനെ. ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? വചനം എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങളെ പറഞ്ഞേ ഉണ്ടോ? പരാതി ഞങ്ങളെ വിളിക്കുന്നില്ല. പരാതി എന്താ? ഇന്നലെ മൂക്കട്ടയാടിയപ്പോ പ്രാർത്ഥിച്ചതും, ഇനിയന്ന് വല്ലു വരാൻ പ്രാർത്ഥിച്ചതും, അന്ന് വല്ല ഉഴുപ്പില്ല അത് മാറാൻ പ്രാർത്ഥിച്ചതും, പിന്നെ തുടർന്നുള്ള ഓരോ മുട്ട നെയ്തുന്നതും വരെ അല്ലേ, വീഴ്ച വെക്കുന്നതുള്ള സമയത്ത് തെന്നി വീണമെന്നും പറഞ്ഞൊക്കെ ഇതെല്ലാം 10-17 വർഷം കൊണ്ട് ഇവര് മറന്നിട്ട് ഇപ്പോൾ ഇവിടെ പോവാ മറ്റൊരു ലോകത്തേക്ക്. ഇതിന്റെ കാരണം, പ്രധാനപ്പെട്ട കാരണം, ഞാൻ പിള്ളേരോട് മാത്രമല്ല പറയുന്നത്, ഞാൻ എന്റെ സഹോദരിമാരോടും പ്രായമുള്ളവരോടും ഒക്കെ ഞാൻ പറയുക, നമ്മുടെ നോട്ടം മാറിപ്പോയിക്കൊണ്ടിരിക്കുക, നമ്മുടെ റൂട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മുൻപിൽ നമ്മൾ അറിയാത്ത ചില ചതിക്കുഴികൾ ഒരുക്കി, സാത്താൻ കെണികൾ ഒരുക്കി നോക്കിയിരിക്കുക. അതിനകത്ത് പ്രായമൊന്നുമില്ല, പ്രായഭേദമോ പ്രായ വ്യത്യാസമോ ഒന്നും സാത്താൻ ഇല്ല. ഏതെങ്കിലും വിധത്തിൽ കുലുക്കി അവന്റെ ചതിക്കുഴികൾക്കകത്ത് എടുത്തി എങ്ങനെയെങ്കിലും അവനിട്ട് മൂടാനുള്ള തന്ത്രം അവൻ ഓടി നടന്നു മെടയുക. ആരേ വിഴുക്കേണ്ടു എന്നറിയാൻ അവൻ
സുഖമായിട്ടിരിക്കുന്നോ, പട്ടിണിയാണോ അല്ലെങ്കിൽ സുഖമായിട്ടാണോ ഒന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കുറവുണ്ടോ പാസ്റ്ററെ? ഞങ്ങളുടെ പാസ്റ്ററുടെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാനെങ്കിലും ഒരു ഫോൺ കോളിൽ ഒന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ നമ്മുടെ സുഖത്തിനകത്തും നമ്മുടെ നന്മകളിലും നമ്മൾ മതിമറന്ന് മത്താടി നമ്മൾ ജീവിക്കുക അല്ലേ? എത്രയോ നന്മകൾ നമ്മുടെ കയ്യിൽ തരുന്നു. പ്രാർത്ഥിച്ചവർക്കൊരു നന്മ നന്ദി പറയാൻ എത്രയോ പേര് ഇന്നലകളിൽ സഹായിച്ചു, ഒരു നന്ദി വാക്ക് പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തിരിച്ചു നോക്കേ. ഇവിടെ ദൈവത്തിന്റെ വചനം എബ്രായലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ആ ഗ്രന്ഥകർത്താവ് നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധന്മാരെ മാറ്റിയോ ഇതിനകത്ത് നമ്മളെ ഒരിക്കലുമില്ല. ഇവിടെ പറയാം വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അടുത്തത് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ ഒറ്റയാണ്. ഞാൻ പറയാം, മരിക്കാൻ വേണ്ടി കട്ടിലെ കിടന്നാലും ആ കട്ടിലെ കിടക്കുന്നവരെ വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കാണത്തില്ല. ദൈവമക്കളെ, സർവശക്തനായ അല്ലാതെ ആ ക്രിസ്തു അല്ലാതെ വേറെ ഒരു ദൈവമില്ല. നമ്മളെ ദൈവത്തിന്റെ രാജ്യത്തിൽ എത്തിക്കാൻ മറന്നുപോകരുത്, മറന്നുപോകരുത്. നമുക്കൊരു വേദന വരുമ്പോഴല്ല ഈ പുരോഹിതനെ അന്വേഷിക്കേണ്ടത്, നമുക്കൊരു പ്രയാസം വരുമ്പോഴല്ല ഈ ദൈവത്തിന്റെ പുറകെ ഓടേണ്ടത്. മറിച്ച് നമ്മുടെ ജീവിതത്തിലെ സകല നന്മകളിലും യേശുവിന്റെ മുഖം അന്വേഷിക്കാൻ നാം തയ്യാറാണെങ്കിൽ അതിന്റെ അടുത്ത ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് ശക്തൻ. ഇത് വളരെ വീർപ്പുമുട്ടിയ എബ്രായലേഖനത്തിൽ വ്യക്തമായി അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മഹാപുരോഹിതനും അടുത്തത് അപ്പോസ്തലനുമായ യേശുവിനെ എങ്ങനെ ശ്രദ്ധിച്ച് പറഞ്ഞേ, ശ്രദ്ധിച്ചു നോക്കണം. യേശു ആരാണെന്ന് ശ്രദ്ധിച്ചു നോക്കണം. നോക്കിയവനെ തമ്പുരാൻ ഓടിച്ചിട്ട് അനുഗ്രഹിച്ച ദൈവത്തിന്റെ വചനത്തിനകത്തുള്ളൂ. ഹല്ലേലൂയ. ഇതിനകത്ത് എല്ലാവരോടും ഞാൻ പറയും, ഇതിനകത്തിരിക്കുന്ന സകലരോടും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ ഭാഷയിൽ ഞാൻ പറയാം. എന്റെ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയവരാരും പിച്ചപാത്രം എടുത്ത ചരിത്രമില്ല. അവനെ ഓടിച്ചിട്ട് അനുഗ്രഹിച്ച ചരിത്രമാണ് എന്റെ യേശുവിന്റെ ചരിത്രമെങ്കിൽ ആ യേശുവിനെ അനുസരിക്കുന്ന, ആ യേശുവിനെ നോക്കി യാത്ര ചെയ്യുന്ന എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളെ, തലമുറകളെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ജീവനുള്ള കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള സത്യം ദൈവമക്കളെ മറന്നുപോകരുത്. ഹല്ലേലൂയ. യേശു കർത്താവ് കാൽവരി ക്രൂശിലേക്ക് കുരിശുമായി യാത്ര ചെയ്യുമ്പോൾ 200 റാത്തലിന് മുകളിൽ തൂക്കമുള്ള പച്ചപ്പൈമല കുരിശ് യേശു യാത്ര ചെയ്യുമ്പോൾ പലയിടങ്ങളിൽ വീണ്ടും എഴുന്നേറ്റും തന്റെ ചുമലിൽ വെച്ചിരിക്കുന്ന ചുമടിന്റെ ഭാരം താങ്ങാനാവാതെ താൻ വിഷമിച്ച് താൻ വീണ്ടും എഴുന്നേറ്റും ആ കുരിശുമായി ചുമക്കുന്ന സമയത്ത് വിജാതീയനായ കുറേക്കാരന്റെ ശിമോൻ വയലിൽ അധ്വാനിക്കുന്നവന്റെ മുളിക്കുത്തിന് പിടിച്ചിട്ട് യേശുവിന്റെ കുരിശ് ചുമക്കുവാൻ നിർബന്ധിച്ചു യേശുവിന്റെ അരികിലേക്ക് തള്ളി വലിച്ചിട്ടപ്പോൾ ആ കുറേക്കാരനെ ശിമോൻ ഓടി മാറിയില്ല. യേശുവിന്റെ കുരിശിന്റെ അറ്റം ചുമക്കുവാൻ നിർബന്ധിതനായിട്ടും ആ നിർബന്ധത്തെ തന്റെ ജീവിതത്തിൽ 2 കരവും ചേർത്ത് പിടിച്ചിട്ട് യേശുവിന്റെ കുരിശ് താങ്ങുവാൻ ചില നിമിഷങ്ങൾ മാത്രം മാറ്റിവെച്ചപ്പോൾ ഈ കുറേക്കാരനായ ശിമോന്റെ മക്കളായ അലക്സാണ്ടറിനെയും രൂഫസിനെയും ലോകമറിയപ്പെടുന്ന ധനാഢ്യരായ ഏറ്റവും മേന്മയുള്ള അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി എന്റെ തമ്പുരാനെ മാറ്റാൻ സാധിച്ചാൽ ഇതിനകത്ത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി യേശുവിന്റെ വചനത്തിൽ വിശ്വസിച്ച് അവന് വേണ്ടി ജീവിക്കാൻ തയ്യാറായ എന്റെയും നിന്റെയും കുടുംബത്തെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നാട്ടുകാരെ നോക്കി ആരാധിക്കാൻ പോകരുത്, വീട്ടുകാരെ നോക്കി ആരാധിക്കാൻ പോകരുത്, യേശുവിനെ നോക്കി ആരാധിക്കാൻ. ഹല്ലേലൂയ. ആരെ ശ്രദ്ധിച്ചു നോക്കണം? എങ്ങനെയാ നോക്കേണ്ടത്? വചനം പറയുന്നു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, ഞാൻ ഇതിൽ അഭിമാനിക്കുകയാണ്. ഞാൻ പറയും 10 പേരോ മതിയെന്ന് ഈ വചനം തലയ്ക്കകത്തോട്ട് കയറിയാൽ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമേ.
നേരോടെ പറഞ്ഞ വാക്യം ഉറക്കം പറഞ്ഞു. മുടക്കം വരുവോ? നേരോടെ നടക്കുന്നവനെ മാനിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്? ഭയങ്കരം. ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഒന്നാമത്തെ പോയിന്റ് വചനം വ്യക്തമായി നമ്മളെ പറയാ, യേശുവിനെ എങ്ങനെ നോക്കണം? ശ്രദ്ധിച്ച്. പറഞ്ഞേ, അപ്പൊ യേശുവിനെ കാണാനായിട്ട് ബൈബിളിലേക്ക് നോക്കിയാൽ മതി, വേറെ ഒരിടത്തും പോകണ്ട. പാസ്റ്റർമാരെ നോക്കി നടക്കുന്നില്ല കേട്ടോ. അടുത്തത് രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരാം. ഒന്ന്, യേശുവിനെ എങ്ങനെ നോക്കണം എന്ന് പറഞ്ഞത്? ശ്രദ്ധിച്ചു നോക്കണം. അതിനുള്ള ഒരു വാക്യമുണ്ട്, ഞാനത് കൊണ്ടുവരാം. വേഗം അടുത്ത വാക്യം വായിച്ചേ. രണ്ടാമത്തെ വാക്യം, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ. മോശ ദൈവഭവനത്തിൽ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ മോശയോട് ദൈവം പറയുക, ഇസ്രായേൽ ജനത്തെ 5000 പുരുഷന്മാരും 5000 സ്ത്രീകളും 12,000-ൽ പരം കുഞ്ഞുങ്ങളുമായിട്ട് ഇസ്രായേൽ അടിമനിർബന്ധത്തിൽ പോയി കിടക്കുന്ന നമ്മുടെ ഇസ്രായേൽ തലമുറയുണ്ട്. അവരെ പോയി മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, അയ്യോ ഞാൻ തടിച്ച നാവുള്ള മനുഷ്യനാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മോശയോട് ദൈവം പറയുക, നിന്റെ നാവിന്റെ കൂട്ടിരിക്കാൻ ഞാൻ അഹരോനെ കൂടെ വിടാം. അഹരോനെ വിട്ടു. പക്ഷെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ഫറവോന്റെ മുമ്പിൽ പോയി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നെല്ലട വ്യത്യാസമില്ലാതെ മോശ ഫറവോന്റെ മുമ്പിൽ സംസാരിച്ചു ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ട് വരികയാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം പിറുപിറുപ്പാ. സൂക്ഷിച്ചോ കേട്ടോ, പിറുപിറുത്തൊക്കെ ഒരു കാര്യം ഓർത്ത് അടുത്ത വീട്ടിൽ ചെയ്യാൻ പറഞ്ഞ നീൽക്കമലിന്റെ ചെയർ വാങ്ങിച്ചാലും ഈ വേറെ ചെയർ വാങ്ങിച്ചാലും അയ്യോ അവൻ ചെയർ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ പോയി തലയിൽ കൈ വെച്ചേക്കരുത്. സൂക്ഷിക്കണം, നമ്മുടെ വീട്ടിലെ 2 ചെയർ ഓടിയും വെടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് അസൂയ വേണ്ട, പിറുപിറുപ്പ് വേണ്ട, വാഗ്വാദം വേണ്ട. പോകുന്ന വഴിയിൽ പൊയ്ക്കോ, ഒരു കുഴപ്പമില്ല. കർത്താവിനെ നോക്കി യാത്ര ചെയ്യും. ഇവിടെ മോശ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ മോശ ചെയ്തു. ദൈവ ഭവനത്തിലൊക്കെയും മോശ ആരായിരുന്നു? വിശ്വസ്തനായിരുന്നതുപോലെ. അടുത്തത് പറയുക, തന്റെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനായ ദൈവത്തിൽ താൻ ആരായിരുന്നു? രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ പറ. ഒന്നാമത്തെ പോയിന്റ്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. യേശുവിനെ നോക്കിയാൽ പുതുപ്പള്ളി പുണ്യാളനും പരിമല തിരുമേനിയും അല്ലാത്ത വിശുദ്ധന്മാരും ഒന്നും നമ്മുടെ മുമ്പിൽ തെളിയത്തില്ല. ഇവരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, യേശുവിലേക്കുള്ള നോട്ടം മാറിപ്പോയി. ഞാൻ ഇടയ്ക്ക് പറയാം, മക്കൾ ദൈവങ്ങളാകരുത്, ഭാര്യ ദൈവമാകരുത്, ഭർത്താവ് ദൈവമാകരുത്. ആര് ദൈവമാകാവുള്ളൂ? യേശു മാത്രം. ശരിയല്ലേ? ഇവിടെ രണ്ടാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചോ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും ആണോ ഇല്ലയോ? അപ്പൊ യേശു വിശ്വസ്തനാണെങ്കിൽ യേശുവിനെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ സെക്കൻഡ് ക്വാളിറ്റി എന്തായിരിക്കണം? പറഞ്ഞേ, ഇതിനകത്തൊരു കളങ്കവുമില്ല, വിശ്വസ്തനായിരിക്കണം. പറഞ്ഞേ, യെസ്. നമ്മളെ ഏൽപ്പിച്ച ആത്മീക ഉത്തരവാദിത്വങ്ങളിൽ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക കാര്യങ്ങളിൽ നാം 100% വിശ്വസ്തനായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഗൂഗിൾ മീറ്റിലാണോ ഒരു കോൺട്രാക്ടർ വീട് പണിത് കൊടുക്കുന്ന ഒരു കോൺട്രാക്ടറുടെ ഹിസ്റ്ററി പറഞ്ഞത് ഗൂഗിൾ മീറ്റിലാണോ? ഗൂഗിൾ മീറ്റിലാണ്. ഓക്കെ, ഒരു വലിയ കോൺട്രാക്ടർ, അദ്ദേഹം ഇങ്ങനെ വീട് പണിത് കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരു മേസ്ത്രി ഉണ്ടായിരുന്നു. കേട്ടോ അനു? അപ്പം ഈ കേട്ടോ അനു? കേൾക്കണം, ഇടയ്ക്ക് തലയാട്ടിയാൽ മതി. അപ്പൊ ഈ കോൺട്രാക്ടർ ഒരു ദിവസം ആഗ്രഹിച്ചു, ഇങ്ങനെ തന്നെ എന്നെ നോക്കിയിരുന്ന എനിക്കറിയാം ഓർമ്മ തലയാട്ടിയ എനിക്കറിയാം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിനെ വിളിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. സോറി. ഓക്കെ, അപ്പൊ ഈ കോൺട്രാക്ടർ നാളുകളായി തന്റെ കൂടെ നിന്ന് ആ മേസ്ത്രിക്ക് അദ്ദേഹം ഒരു പട്ടിണിപ്പാവം, അദ്ദേഹത്തിന് ഒരു വീട് വെച്ചു കൊടുത്തേക്കാം എന്ന് ഓർത്ത് അദ്ദേഹത്തോട് വീട് തനിക്കാമെന്നും പറഞ്ഞില്ല, നമുക്ക് വേറൊരു വീട് വെക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ആ മനുഷ്യൻ 6 മാസം കൊണ്ട് തീരേണ്ട വീട് 3 മാസം കൊണ്ട് തീർത്തു. തറ കെട്ടി വീട്ടി പണിതും എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. എന്നിട്ട് അവസാനം കീ കൊണ്ട് കോൺട്രാക്ടറുടെ കയ്യിലേക്ക് ഈ പണിക്കാരെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇത് എനിക്കുള്ളതല്ല നിനക്കുള്ളതെന്ന് പറഞ്ഞ ആ വീടിന്റെ താക്കോൽ എന്ത് ചെയ്തു അദ്ദേഹം? അയ്യോ, അന്നേരം ആ പണിക്കാരൻ പെട്ടെന്ന് തലയിലോട്ട് കഴിയും. അയ്യോ, എനിക്കാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ല കഥക് തേക്കിന്റെ പീഞ്ഞിരിക്കാതെ തേക്കിന്റെ തന്നെ കഥക് വെച്ചേനെ.
ചവിട്ട പൊട്ടാത്ത നല്ല മാർബിൾ ഇട്ടേനെ എപ്പോഴും കിട്ടുന്നുണ്ടോ? ഇതിന്റെ തേപ്പ് പാറപ്പൊടി ഇല്ലാതെ നല്ല ആറ്റുമണൽ ഉണ്ടായിരുന്നു, 10 രൂപയും കൂടെ കൂടുതൽ. എന്നാലും ഞാൻ അതിട്ടേനെ. പക്ഷേ ഞാൻ ഇപ്പൊ ഇവിടെ വന്നു. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളിവിടെ തൂക്കുമ്പോൾ, ഇവിടെ തുടയ്ക്കുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, ശുശ്രൂഷയിൽ ഇറങ്ങുമ്പോൾ, ട്രാക്ട് കൊടുക്കുമ്പോൾ, ഏത് കാര്യമാണോ അതെങ്ങനെ ചെയ്യണം? വിശ്വസ്തതയോടെ. ഹല്ലേലൂയ. എന്തിനെന്നറിയാമോ? നമ്മെ മാനിക്കുന്ന ഒരു നല്ല കർത്താവ്. ഒന്നാമത്തെ കാര്യം ഈ ഭാഗങ്ങളിൽ വ്യക്തമായി, എനിക്ക് എല്ലാം 12 വാക്യം വരെ പറഞ്ഞു പോകേണ്ടതാണ്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്, യേശു കർത്താവിനെ നിങ്ങൾ എങ്ങനെ നോക്കണം? ശ്രദ്ധിച്ച്, മറന്നു പോകരുത്, ശ്രദ്ധിച്ചു നോക്കണം. രാവിലെ എഴുന്നേറ്റ് ഉടനെ ചായയുടെയും കാപ്പിയുടെയും പുറകെ പോകരുത്, വചനമായിട്ടിരിക്കണം. രാവിലെ 5:55 അലാറം വെക്കണം കേട്ടോ. 5:55 അലാറം വെക്കണം. 6 മണിക്ക് ഒരു ടൈം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രേസ് ഫാമിലിയുടെ ഗ്രൂപ്പിലോട്ട് വരിക. അവിടെ രാജേഷ് ഇട്ടിരിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട്, അത് പിടിച്ച് ഒറ്റ ഞെക്ക്. അപ്പോഴത്തേക്ക് ഫോട്ടോ ഉൾപ്പെടെ വരും, നമ്മുടെ പടം ഉൾപ്പെടെ കയറി വരും. ഗൂഗിൾ മീറ്റ്. മിണ്ടാതെ അവിടെ ഇരുന്നോ, കേൾക്കുന്നതെല്ലാം ഇരുന്ന് പഠിച്ചോ. ദൈവം അനുഗ്രഹിക്കും. എല്ലാ ദിവസവും രാത്രി 6 തൊട്ട് 7 മണി വരെ രാജേഷ് പ്രാർത്ഥിച്ചു തുടങ്ങും. ജോർജാന്റെയും മത്സമാമ്മയുടെയും പാട്ട് നിങ്ങളൊന്ന് കേൾക്കേണ്ടത്. അവര് പാടി 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 സഹിച്ചാൽ അവര് പാട്ടുകാരായി മാറി. ഹല്ലേലൂയ. ഞാൻ എന്റെ ദൈവത്തിന് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. 2, യേശു വിശ്വസ്തനായിരുന്നത് പോലെ നാമും ദൈവത്തിന്റെ സന്നിധിയിൽ ആരായിരിക്കണം? എന്തിനാണെന്നറിയാം? അല്ലാതെ എന്തെങ്കിലും നേടാം എന്ന് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞു കേട്ട് അതിൽ ഓടിയാൽ ഒന്നും നമുക്ക് നേടാൻ പറ്റത്തില്ല. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം, താഴെ വായിച്ച 3-ാമത്തെ വാക്യം. യേശു മഹത്വത്തിന് യോഗ്യൻ. ആ ചോദ്യം നമ്മളിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. ലോകപരമായ ദൈവികമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ യേശു യോഗ്യനാണെങ്കിൽ ആ യോഗ്യത എനിക്കുണ്ടോ? പറഞ്ഞേ, ആ യോഗ്യത നമുക്കുണ്ടോ? വ്യക്തിപരമായി ചോദിക്കുക, എനിക്കുണ്ടോ? ഇല്ലെങ്കിൽ യോഗ്യതയ്ക്കായി കർത്താവിന്റെ അരികിലേക്ക് അടുത്ത് വരിക. ഞാൻ പറഞ്ഞത്, യോഗ്യത ഇല്ലെങ്കിൽ എന്ത് ചെയ്തില്ല? ഒരു മാനവും ഒരു സ്ഥാനവും ലഭിക്കത്തില്ല. ഇവിടെ കിട്ടുന്നുണ്ടോ? നമ്മൾ ദൈവസന്നിധിയിൽ യോഗ്യതയുള്ളവരാണോ എന്ന് നാം സ്വയം ഒന്ന് തിരിച്ചറിയുക. ഇതറിയണമെങ്കിൽ നിങ്ങൾ ആരെ നോക്കിയേ പറ്റത്തുള്ളൂ? യേശുവിനെ. ഫിലിപ്പിയ ലേഖനം 2-ാം സേഷനോട് പറഞ്ഞു കഴിഞ്ഞു എന്റെ മെസ്സേജിന്റെ പോയിന്റ്. ഫിലിപ്പിയ ലേഖനം 2-ാം 6-ാം വാക്യത്തിൽ 7 പോയിന്റ് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. വൈശാഖ 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഫിലിപ്പിയർ 2:6. 1, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട്. യേശുവിനെ നോക്കാൻ പോവാ. നമ്മൾ യേശുവിനെ നോക്കാൻ പോവാണേ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. യേശു മുറുകെ പിടിച്ചോ? എന്തോ സമത്വം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവര് 3 പേരും ഈക്വൽ അല്ലേ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും, സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കും എന്ന് പറഞ്ഞാൽ സകല അധികാരവും ആരുടെ മേല? യേശുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും പിതാവിന്റെയും മേലുണ്ട്. അവര് 3 പേരും കട്ടയ്ക്ക് നിൽക്കുന്നത്. പക്ഷെ യേശു ഈ താണഭൂമിയിലേക്ക് വരാൻ നേരത്ത് വന്നപ്പോൾ താൻ ദൈവമാണെന്ന് ആരോടും എന്ത് ചെയ്തില്ല? പറഞ്ഞു നടന്നില്ല. ദൈവത്തോടുള്ള സമത്വം, ഞാൻ ദൈവമാണോ, ഞാൻ പറഞ്ഞാൽ നീ ചാരമാകുന്നു, ഞാൻ പറഞ്ഞാൽ ഇത് അപ്പമായി തീരുന്നു എന്നൊന്നും യേശു പ്രഖ്യാപിച്ചില്ല. ഇവിടെ യേശു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം യേശു മുറുകെ പിടിച്ചില്ല. പറഞ്ഞേ, സമത്വം, ദൈവികത്വം നമുക്ക് വേണ്ടി മുറുകെ പിടിച്ചില്ല. 2-ാമത്തെ പോയിന്റ് താഴെ വായിച്ചേ. വിചാരിക്കാതെ ദാസരൂപം എടുത്ത്. 2-ാമത് യേശു എന്ത് ചെയ്തു? നമുക്ക് പറ്റുമോ? ഇവിടെ എന്താ പറയുന്നത്? ദാസരൂപം. പറഞ്ഞേ, ദാസരൂപം എടുത്തു. നമ്മളാണെങ്കിൽ 6 രൂപ എടുക്കും. നമ്മൾ സ്വയം ചിന്തിക്കുക, വളരണോ? ദാസരൂപം എടുക്കും. ദൈവം എന്ത് ചെയ്തു? എല്ലാ നാമത്തിലും എല്ലാ നാമത്തിലും മേലായ നാമം യേശു കർത്താവിന് കൊടുത്തു. എന്തുകൊണ്ടാണ് കൊടുത്തത്? സമത്വം മുറുകെ പിടിച്ചില്ല, പിന്നെ ദാസരൂപം എടുത്തു. അടുത്തത് മനുഷ്യ സാദൃശ്യത്തിലായി ആരായിട്ട് മാറി?
യേശുവിനെ നോക്കി ആരെ പോലെ ഇരിക്കും? പറഞ്ഞേ. മനുഷ്യരെ പോലെ അല്ല, ഞാൻ പറഞ്ഞു എന്നെ പോലെ ഇരിക്കുന്നു. പറഞ്ഞു, നിങ്ങൾ പറഞ്ഞേ നിങ്ങളെ പോലെ ഇരിക്കുന്നു പറയാമോ? അങ്ങനെ നിങ്ങൾക്ക് യേശുവിനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് യേശുവിനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ന് വരെ കാണാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടുണ്ടോ? ആരെ പോലെ ഇരിക്കുന്നേ? യേശു. നമ്മൾ എന്നെ പോലെ പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, എന്റെ നേരെ നിൽക്കാതെ എന്നിട്ട് പറ എന്നെ പോലെ. അല്ല, നിങ്ങൾ രാത്രി ഉറങ്ങുമ്പല്ല എന്നെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കാണുന്നത്. അതുപോലെ ഒരു പാസ്റ്ററുടെ ചർച്ചില് ഒരു പെൺകുച്ചിന്റെ ഭൂതം ഇറക്കിയപ്പോ ഭൂതം ഇറങ്ങി ഭൂതത്തോട് ചോദിച്ചു, ആരാടി നീ? ഇപ്പൊ പറയാ, ഈ പാസ്റ്റർ. പിടി കിട്ടിയോ? സൂക്ഷിക്കണം. ഹല്ലേലൂയ. ആരുടെ രൂപമാ? നമ്മുടെ രൂപം. മനുഷ്യരല്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? മനുഷ്യരൂപം. പിന്നെ അടുത്തത് വേഷത്തിൽ. അപ്പൊ വേഷത്തിൽ ആരാണ്? രൂപം ആരുടേതാ? എന്റെ. വേഷത്തിൽ ആരാ? മനുഷ്യനായി. പിന്നെ അവൻ എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തി. പറഞ്ഞു, തന്നെത്താൻ യേശു എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ എബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മൾ ആരെ നോക്കണം? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. എങ്ങനെയാ? ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. യേശു എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞേ. നമുക്ക് പറ്റുമോ? നമ്മൾ എപ്പോഴും ഒരു പടി എന്ന് പറഞ്ഞ് നിൽക്കുക. ആ ഒരു പടി അങ്ങ് വിട്. പടി തന്നെ കയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ താഴ്ത്തണം. തന്നെത്താൻ താഴ്ത്തി. പിന്നെ തന്നെത്താനെ ഒഴിച്ചു എന്ന് പറഞ്ഞ സ്ഥാനം വേണ്ടെന്ന് വെച്ചു. തന്നെത്താൻ സ്ഥാനം വേണ്ടെന്ന് വെച്ചു. തന്നെത്താൻ ഒഴിച്ചു. തന്നെത്താൻ താഴ്ത്തി. ഏറ്റവും അവസാനം അടുത്തത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം യേശു ആരായിട്ട് മാറി? അനുസരണം. പറഞ്ഞേ, അനുസരണം. അപ്പൊ ഒന്ന്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ആ നോട്ടത്തിൽ ദൈവവചനത്തിൽ കൂടി യേശു ആരാണ്, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, ഈ യേശു ജനിക്കുന്ന സമയത്ത് വഴിയിൽ ജനിച്ചു. മരിക്കുന്ന സമയത്ത് അരിമത്യക്കാരന് യോസഫിന്റെ കല്ലറയിൽ കൊണ്ട്, അല്ലേ, സ്വന്തമായിട്ടില്ല, കല്ലറയിൽ കൊണ്ട് കൊടുത്തു. യേശു കാൽവരി ക്രൂശിൽ മരിക്കുന്ന സമയത്ത് അമ്മയെ നോക്കി മറിയെ നോക്കിയിട്ട് പറഞ്ഞു, ദാ നിന്റെ മകനെന്ന് പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞ് കയ്പുകാടി കുടിച്ചു. 7 മൊഴി അവിടെ കിടന്നുകൊണ്ട് ചെയ്തു. അവസാനം, ഞാൻ എന്റെ പ്രാണനെ കർത്താവേ നിന്റെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞ് പിതാവിന്റെ കയ്യിൽ ആത്മാവിനെ, ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ യേശു കർത്താവ് ഭൂമിയിലെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ അല്ലെങ്കിൽ തന്റെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് യേശു നമുക്ക് വേണ്ടി കൽവറിയിൽ മരിച്ചു, അടക്കി. യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഇന്നും യേശു ജീവിക്കുന്നു. എന്റെ മെസ്സേജ് ഞാൻ ഒറ്റ കാര്യം, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ശ്രദ്ധിച്ച് നോക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരും. ഒരിക്കലും യേശുവിനെ നോക്കുന്ന ഒരാൾ ദൈവഹിതമല്ലാത്ത ജീവിത രീതി നയിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. മനസ്സിലാവുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവികമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ നോക്കേണ്ടത് ദൈവത്തിലേക്കായിരിക്കണം. ദൈവത്തിലേക്ക് നോക്കുമ്പോഴാണ് അവന് ജീവിക്കാനുള്ള വിസ്ഡം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ കുഞ്ഞുങ്ങളെ പരിപാലിക്കണം, എങ്ങനെ ഭാര്യയെ നോക്കണം, എങ്ങനെ തന്റെ ജീവിതത്തിന്റെ വഴികളെ ഭദ്രമാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയും അവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു കൊടുക്കത്തുള്ളൂ. ദൈവത്തെ നോക്കാത്തവന്റെ ജീവിതത്തിൽ എങ്ങനെയും ജീവിക്കാനുള്ള മനോഭാവം ഉണ്ടായിട്ട് അവന്റെ സമ്പാദ്യങ്ങളും അവന്റെ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം വട്ടപൂജ്യമായിട്ട് മാറും. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, മാനിക്കപ്പെടണമെങ്കിൽ, ഉയർച്ച ആവശ്യമാണെങ്കിൽ, ഈ ലോകത്തിലെ ഭൗതികമായ ആത്മീയമായ നന്മകൾ നാം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ നോട്ടം യേശുവിലായിരിക്കണം. വെറുതെ നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. 3 പോയിന്റ്. 1, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. 2, യേശു വിശ്വസ്തനായിരുന്നതുപോലെ യേശുവിനെ നോക്കുന്നവരും പൂർണ്ണമായി വിശ്വസ്തനായിരിക്കണം. യേശു സർവമഹത്വത്തിനും യോഗ്യനായിരുന്നതുപോലെ നമ്മുടെ യോഗ്യതയെ നാം തിരിച്ചറിയണം. ദൈവം നിങ്ങളെ